നമസ്കാരം. ബാർലിയും മറ്റ് വെജിറ്റബിൾസും ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രാത്രി ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അതിനായി അരക്കപ്പിൽ കുറവായി ബാർലി എടുത്ത് നന്നായി കഴുകി 8-10 മണിക്കൂർ കുതിർത്ത് വെക്കാം. 3-4 പേർക്ക് കഴിക്കാൻ ഇത് മതിയാകും. കുതിർത്ത ബാർലി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെന്ത ശേഷം അരിച്ചെടുക്കുക. ബാർലി വേവിച്ച വെള്ളം പിന്നീട് എടുക്കാൻ ആവശ്യമാണ്. അല്പസമയം തണുക്കാനായി വെക്കാം. തണുത്ത ശേഷം പകുതിയിലധികം ബാർലി ഫൈനായി അരച്ചെടുക്കാം. ഇനി സൂപ്പിൽ ചേർക്കാൻ ആവശ്യമായ വെജിറ്റബിൾസും തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാം. ചെറുതായി എരിഞ്ഞ 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു സവാളയും തീർച്ചയായും ചേർക്കാൻ ശ്രമിക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ബട്ടറോ ഓയിലോ ചേർക്കുക. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും ചേർത്ത് വഴറ്റുക. അതിനുശേഷം പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ചെറിയൊരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ എന്നിവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെയും വെജിറ്റബിൾസ് ചേർക്കാം. ഇനി ഇതിൽ വേവിച്ച് മാറ്റിവെച്ച ബാർലി കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. വേവിച്ച് അരച്ചു വെച്ച ബാർലിയും കൂടെ ബാർലി വേവിച്ച വെള്ളവും ചേർക്കാം. ഇനി 1 മുതൽ 1.5 കപ്പ് വരെ ചൂടുവെള്ളം ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് തിളപ്പിക്കാം. 6-7 മിനിറ്റ് നന്നായി തിളച്ച ശേഷം കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർത്ത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ടേസ്റ്റിയും ഹെൽത്തിയുമായ ബാർലി വെജ് സൂപ്പ് ചൂടോടെ വിളമ്പാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.